BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഈ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തലുകൾ വരികയാണ്. ഇതിനൊരു അന്തർദേശീയ മാനമുണ്ട്. ഇൻ്റർനാഷണൽ റെമിഫിക്കേഷനുള്ള ഒരു കേസായി ഇത് വരികയാണ്. അതുകൊണ്ടാണ് UDF നേരത്തെ തന്നെ ഈ കേസ് CBI കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. ഞങ്ങളെ അന്ന് CPM-കാർ CPM സംസ്ഥാന സെക്രട്ടറി ഞങ്ങളെ കളിയാക്കുകയുണ്ടായി. ഞങ്ങൾ എന്തിനാണ് ഇത് ചോദിച്ചതെന്ന്. SIT വെച്ചപ്പോൾ ഞങ്ങൾ എതിർക്കാൻ പോയില്ല. കാരണം SIT നല്ല നിലയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പിന്തുണയ്ക്കേണ്ട കാര്യമുണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ആൻറ്റിക് സ്മഗ്ലേഴ്സിന് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതോടൊപ്പം ഇതിന് അന്തർദേശീയ മാനങ്ങളുള്ളൊരു കേസായി മാറുമ്പോൾ UDF നേരത്തെ പറഞ്ഞ അന്വേഷണം ആയിരിക്കും ഇനി ഫലപ്രദമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇതേ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു CBI അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും എന്നതാണ് പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ SITയെ കൊച്ചായി കാണുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നില്ല. പക്ഷേ ഇൻ്റർനാഷണൽ റെമിഫിക്കേഷനുള്ള ഒരു കേസാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ SITക്ക് മാത്രമായി ഒരു അന്വേഷണം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. ഉന്നതന്മാരിലേക്ക് കേസുകൾ പോകുന്നു എന്നതാണ് CPM-നെ ഭയപ്പെടുത്തുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണ ഉള്ള കേസായതുകൊണ്ടാണ് ഈ കേസിനെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്താൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ ലോകത്തെയും കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു കേസാണിത്. ഇതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒന്നല്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മുഴുവൻ വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിച്ച ദേവസ്വം ബോർഡുകളുടെ കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പഞ്ചലോക വിഗ്രഹങ്ങൾ കാണാനില്ല എന്നുള്ള വാർത്ത ഇന്നലെ പുറത്തു വന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവതരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കാനുള്ള ശക്തമായ അന്വേഷണത്തിന് മുന്നോട്ട് പോകണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. ആദ്യമായി ഈ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത്. സുഭാഷ് കപൂർ എന്ന ഇൻ്റർനാഷണൽ സ്മഗ്ലിംഗ് ഏജൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ചോദിച്ചത്. അന്ന് കോടതിയുടെ ആ പരാമർശം എത്ര ശരിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നടക്കട്ടെ, പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരില്ല. ഒരു അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഇതിന് CBIയുടെ അന്വേഷണം വേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ അത് വേണ്ടി വരും എന്നതാണ് വസ്തുത. അപ്പോഴത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ് അനിവാര്യമായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ പുതിയ ആളുകളുടെ പേരുകൾ പുറത്തു വരുന്നു. അവരൊക്കെ ഇതുമായി പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നു എന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു. അപ്പോൾ സമഗ്രമായ ഒരു കോടതിയുടെ നിയന്ത്രണത്തിലുള്ള CBI അന്വേഷണത്തിലേക്ക് ഇത് പോകേണ്ട ഘട്ടമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. SIT അവരെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യട്ടെ. എല്ലാ പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും SITയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങളാരും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗൂഢസംഘത്തിന് കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുമായി ബന്ധമുണ്ട്. ഒരു വലിയ ഗൂഢസംഘം ഈ ശബരിമലയിലെ കൊള്ളയുടെ പിന്നിലുണ്ട്. വലിയ ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാഫിയയ്ക്ക് ഭരിക്കുന്നവരുമായി ബന്ധമുണ്ട്. ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞല്ലോ, സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു, സോണിയാഗാന്ധിക്കും ആൻ്റോ ആൻ്റണിക്കും അടൂർ പ്രകാശനും ബന്ധമുണ്ടോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിച്ചത് എന്തായിരുന്നു? മന്ത്രി ശിവൻകുട്ടി അതിന് മറുപടി പറയട്ടെ. മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദീർഘനേരം മന്ത്രിക്കുന്നത് നമ്മളൊക്കെ കണ്ടതല്ലേ. അതിനെപ്പറ്റി എന്താ ശിവൻകുട്ടി പറയാത്തത്?
അപ്പോൾ എന്തായിരുന്നു മന്ത്രിച്ചത്? മുഖ്യമന്ത്രിക്കും അദ്ദേഹവുമായി ബന്ധം ഉണ്ട് എന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ടാകണം, അല്ലാതെ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിച്ചത് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിനെ പറ്റിയാണെന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞോ? അപ്പോൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ കയ്യിൽ തെളിവുണ്ടാകണം. അല്ലാത്ത ആരോപണങ്ങൾ മന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ശിവൻകുട്ടിയെ പോലെ ഒരാൾ പറയാൻ പാടില്ല. ഡി മണി ആരാണ് എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം. ദാവൂദ് മണിയെ പറ്റിയുള്ള കാര്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിവരങ്ങൾ എന്നോട് പറഞ്ഞ ആൾ എന്നോട് സൂചിപ്പിച്ചെന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് അന്വേഷണത്തിൽ വരുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറയാത്തതിൻ്റെ കാരണം, ഒന്നാം വ്യവസായിയുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത്, രണ്ട്, അത് SITയോട് പറഞ്ഞ കാര്യം പൊതുവെ പറഞ്ഞ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തേണ്ട എന്നുള്ള ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ഡി മണി ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ മാനങ്ങൾ പുറത്തു വരും. എൻ്റെയും BLM-ൻ്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.